ഹായ് ഗായ്സ്, ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു വ്ളോഗ് തുടങ്ങണം, യൂട്യൂബ് ചാനലും തുടങ്ങണം എന്നിങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഒരു രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്ന് തുടങ്ങിയതാണ്. പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് വന്നത്. എന്താണ് വന്നത്? കഴിച്ചോണ്ടിരുന്നപ്പോൾ ഒരു മോട്ടിവേഷൻ വന്നു പെട്ടെന്ന്. ഫുഡാണല്ലോ നമുക്കിപ്പോഴും ഒരു മോട്ടിവേഷൻ തരുന്നത്. ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ ഇത്തിരി വിലവ് കിട്ടി തുടങ്ങാന്ന് വിചാരിച്ചു. മോട്ടിവേഷൻ അല്ല, ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ ഇച്ചിരി മോട്ടിവേഷൻ കിട്ടും. അതെ, അങ്ങനെയും പറയാം. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞു തുടങ്ങട്ടെ, എന്താണ് സമ്മതിക്കുന്നു. ഇന്നും കുറച്ചു മുന്നേ ആയിരുന്നെങ്കിൽ ഒരു കണ്ടന്റ് ഒപ്പിക്കായിരുന്നു. പക്ഷെ അതും വിട്ടുപോയി. അതും ഓർത്തില്ല ആ സമയത്ത് വ്ളോഗ് ചെയ്യുന്ന കാര്യം. പിന്നെ തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ആലോചിച്ചത്. വ്ളോഗ് എടുക്കണമെന്ന് ഇങ്ങനെ ഒരു വെമ്പലാണ്. വെമ്പൽ തന്നെയല്ലേ? അത് തന്നെ, വാക്കൊന്നും മാറിയില്ലല്ലോ. പറഞ്ഞു. ചെറിയൊരു വ്ളോഗാണ്, ജസ്റ്റ് ഒരു തുടക്കത്തിന് വേണ്ടി എടുത്തതാണ്. ഇപ്പൊ കണ്ടന്റ് വേണം, വേണ്ട. പിന്നെ പോലീസ് സ്റ്റേഷൻ അവിടെയൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പോഴായിരിക്കും. ഞങ്ങള് എൻ്റെ പേര് ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലേ തുടക്കത്തിൽ. എൻ്റെ പേര് ശ്രീരാജ്, ഇത് അന്തപ്പൻ, ഡ്രൈവർ അന്തപ്പൻ, അനന്തകൃഷ്ണൻ എന്ന് വിളിക്കും. അല്ല, അനന്തനാരായണൻ, സോറി. എൻ്റെ കസിനും കൂടിയാണ് കേട്ടോ. ഒരു വയസ്സിന് മൂത്തയാ. അല്ല, വീട്ടിൽ എത്തിച്ചാൽ മതി. പിന്നെ വീട്ടിലെത്താതിരിക്കൂടെ നീയൊക്കെ? ഇത് അനുജ്. പിന്നെ ഒരുത്തും കൂടെ ഉണ്ടായിരുന്നു. അവൻ പൊറോട്ടയും കഴിച്ചിട്ട് മുങ്ങി. വേറൊരുത്തൻ ഭക്തിമാർഗവുമായി ശബരിമലയിലാണ്. അരവണയായിട്ട് നാളെ ലാൻഡ് ആകും, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ലാൻഡ് ആകും. ഉടനെ വ്ളോഗിൽ വരുന്നതായിരിക്കും അവരും. പിന്നെ തുടക്കമായതുകൊണ്ട് ഒത്തിരി ഒരു ബുദ്ധിമുട്ടിങ്ങനെ സംസാരിക്കാനായിട്ട്. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ച് പറയുന്നത്. കേൾക്കാനൊക്കെ പറ്റൂടാ, അതൊന്നും സീനില്ല. പിന്നെ എല്ലാ ദിവസവും എല്ലാ ശനി ഞായറും GST ക്ലാസ്സിന്റെ ഞങ്ങള് ഒരു GST കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തലവടി HSS-ലേക്ക് കുറച്ച് ആൾക്കാരുണ്ട് അവിടെ, പരിചയപ്പെടുത്തി തരാം. വേറെ ഒരാളെ നിങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തണം. ഇപ്പം അടിയായിട്ടിരിക്കുക. പിന്നെ കാണിച്ചു തരാം. അവളുടെ സർപ്രൈസ് വ്ലോഗ്സ് കാണണമെങ്കിൽ ഗെയിമിംഗ് വിത്ത് ചായ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെന്നാൽ നമുക്ക് കിട്ടിയ സർപ്രൈസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവൻ്റെ ചാനലിൽ ചെന്നാൽ അതിനുള്ള എന്തൊക്കെയായിരുന്നു ഷോർട്സും പിന്നെ വീഡിയോ വ്ളോഗും കാണാൻ സാധിക്കുന്നത്. GST-യിലുള്ള എല്ലാവരും ആ വീഡിയോയിലും അതിൻ്റെ ഉണ്ട്. ഞങ്ങള് അത് ഒപ്പിക്കാനായിട്ട് ഇത്തിരി ഓടി കേട്ടു. ഓട്ടോ അല്ലായിരുന്നു അത് ഓടിയത്. ഇവിടെ എങ്ങും കടയിലാകട്ടെ ഞങ്ങള് എറണാകുളത്ത് ലുലുമണി പോയാണ് ഗിഫ്റ്റ് തപ്പാൻ പോയത്. പക്ഷെ ഞങ്ങൾ ഒപ്പിച്ച് നല്ലപോലെ നടത്തി. ഈ സർപ്രൈസ് കൊടുത്ത ആളുമായിട്ട് ഞങ്ങളിപ്പോൾ മഴക്കല്ല, ചുമ്മാ അവിടെ നിന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇന്നലെ ഒരു ചെറിയൊരു പണി കൊടുത്തേ. അന്ന് രാവിലെ സർപ്രൈസ് കൊടുത്തിട്ട് രാവിലെ കരയിച്ച് ഞങ്ങളവിടെ കരയിച്ച് ഞങ്ങളെ കൊല്ലമുള്ള ദേഷ്യത്തിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അങ്ങനെ സർപ്രൈസ് ഒക്കെ കിട്ടിയപ്പോൾ ആള് കൂളായി. പറഞ്ഞു വന്നപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ സാധനം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയണ്ട. ഒന്നാമതേ കണ്ടിട്ടില്ലായിരിക്കും. ഫോട്ടോ എടുക്കുന്ന സ്കൈയുടെ ഫോട്ടോ എടുക്കുമായിരുന്നു. സ്കൈ ചേട്ടാ, സ്കൈയുടെ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ GST ക്ലാസ് ഫണ്ടാണ്. ഒരു ദിവസം കാണിച്ചു തരാം. അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ കാണിച്ചു തരാം. വ്ളോഗ് എടുക്കാൻ മറന്നുമില്ലെങ്കിൽ കാണിച്ചു തരാം. വ്ളോഗ് എടുത്തിരിക്കും, കാരണം ഞാനുള്ളതുകൊണ്ട് ഞാൻ ഓർമ്മിക്കും. ആദ്യം വീട്ടിൽ കയറ്റൊന്നറിയാം. ഇന്നത്തെ കുറച്ച് കുസൃതികൾ കാരണം അപ്പൊ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിരുത്തി ബർത്ത്ഡേയുടെ വീഡിയോയുടെ കാര്യം. ബർത്ത്ഡേയുടെ വീഡിയോ അങ്ങനെ സർപ്രൈസ് ഒക്കെ കൊടുത്ത് ആള് ഹാപ്പി ആക്കിയിട്ട് ഞങ്ങളൊന്ന് വിട്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ട് ചുമ്മാ ചൊറിഞ്ഞ് ഇന്നലെ ചുമ്മാ ചൊറിഞ്ഞ് അടിയായി.
ആരോടും മിണ്ടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പറഞ്ഞ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, തിരിച്ചിവിടെ തന്നെ വരും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വരുമായിരിക്കുമല്ലേ? വരും വരാതെ എവിടെ പോവാനാ? പിന്നെ അതല്ലാതെ വേറൊരാളെ ഞാൻ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. സ്നേഹം രണ്ടാമത്തെ അത് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള അടുത്ത് കുഴപ്പമില്ല. അത് വേറെ പോയെന്ന് പറഞ്ഞില്ലേ, അവൻ തന്നെ പണിയാ. അവനോരൊന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ അതിനൊക്കെ പോയിട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പോകത്തില്ല ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചു വരുവായിരിക്കും. എന്തായാലും കാണാം അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച തന്നെ കാണാം. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ SD കോളേജിലൊക്കെ ആയിരുന്നു. ഇവൻ കാർമൽ പോളിടെക്നിക്. പോളിടെക്നിക് അല്ല, പറഞ്ഞു തീർന്നില്ല കോളേജ്. അവൻ്റെ ഇതാണ് അവൻ്റെ കോളേജ്. ഇതാണ് അന്തർപ്പിന്റെ കോളേജ്. ഗ്രിഗോറിയസ് വരുന്നുണ്ട് ഗൈസ്. അവിടെയാണ് നമ്മുടെ അനൂജ് പഠിച്ചത്. ഇതാണ് സൈലയുടെ. അതെ 8283. കൊള്ളാം, നല്ല നമ്പർ. പിന്നെ ഫോണിനകത്ത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഗ്രിഗോറിയസ് ഗൈസ്. ഗ്രിഗോറിയസ് ആണ് നമ്മളെ അനൂജ് പഠിച്ചത്. പിന്നെ ഞങ്ങളവിടെ ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആദ്യം അവൻ്റെ കോളേജിൽ വരുന്ന കേപ്പ്. ഇവിടുന്ന് അകത്തോട്ട് കയറും. ഇവിടുന്നല്ല, കളവടൊന്നും അകത്തോട്ട് കയറുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെയാണ് അവൻ പഠിച്ചത്. പിന്നെ വേറെ അർജുൻ, പിന്നെ ഇവന്റെ ക്ലാസ്സിലായിരുന്നു, കോളേജിലായിരുന്നു. എന്നെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇടുമ്പോ തന്നെ കാണുമല്ലോ, അപ്പൊ അവർക്കൊക്കെ അറിയാം അർജുനൊക്കെ. ഇവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. ഷെയർ ചെയ്യുമല്ലോ നമ്മൾ. ഷെയർ ചെയ്യുമല്ലോ. നീയൊക്കെ ഷെയർ ചെയ്യണ്ട. ഇവിടെയൊക്കെ നിയന്ത്രണമായിരിക്കും. എന്റെ PR ആണ് നീ. പറഞ്ഞു വണ്ടി ഓടിക്കാൻ മാത്രം നീ ചെയ്താൽ മതി. ഡ്രൈവറാണ് ഇന്നത്തെ. മുണ്ടല്ലേ മുണ്ട് വാ തുറക്കല് നീ. എന്ത് പറയാനാ ഇങ്ങനെ കൊറേ എണ്ണമുണ്ട്. സമ്മതിക്കത്തില്ല, നന്നായി സമ്മതിക്കത്തില്ല. പുതിയ കള വന്നിട്ടുണ്ട്, അത് നോക്കിയത്. ഇടയ്ക്ക് പിന്നെ സ്റ്റോറേജ് ഫുള്ളായി, അതുകൊണ്ടാണ് പിന്നെയും പോയത്. എപ്പം തീരുന്ന ഒരു പിടിയില്ല. കുറെ ഫോട്ടോസും വീഡിയോസും കിടപ്പുണ്ട്. അത് കളഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒന്ന് എടുക്കാനായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ തുടങ്ങിയത്. നീ എത്തിനും കൂടി അടിയിൽ പോകുന്നു. നമ്മൾ വീട്ടിൽ എത്തിയാൽ പോലെ അത് എത്തിച്ചാ ഉടനെ എൻ്റെ വീടെത്തും. സോ ഫാമിലീസിനൊക്കെ പിന്നെ ഒരു ദിവസം പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ വീഡിയോ വേണ്ടിയിട്ട് അവരുടെ റിയാക്ഷൻ നോക്കണം, എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കാം. മക്കളുടെ ആ പടക്കം അറിയല്ലേ ഇവിടെ പടക്കം പോയൊക്കെ വരുന്നതാ. പൊട്ടിത്തെറിക്കായിരുന്നു മതിയായിരുന്നു വണ്ടി. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇനി വീഡിയോ വരുന്നതാണ്. കുളമാണേലും നൈസാണേലും എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കറിയാം. ഞാൻ ക്യാമറയിലോട്ട് അധികം നോക്കുന്നുമില്ല. എനിക്ക് എന്തോ പോലെ ക്യാമറ നോക്കിയിട്ട് ക്യാമറയോട്ട് നോക്കുന്നില്ല. മാറി വരുമായിരിക്കും വിചാരിക്കുന്നു. ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. പിന്നെ സപ്പോർട്ട് ചെയ്യുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതിനകത്ത് പക്ഷേ തെറി വിളിക്കില്ല കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസും വ്ലോഗ്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ ബൈ. അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ നോക്കിക്കോ. ആരുടെയാണ് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത്തിരി എനർജി കുറച്ചാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് ആ ഒരു ടോൺ കിട്ടുന്നത്. അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.